नमस्ते प्यारे छात्रों, सब कुशल है ना? 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം ഹിന്ദി പാഠഭാഗത്തിലെ 1ാം യൂണിറ്റിലെ ഒന്നാമത്തെ അധ്യായം പുൽ ബനി തീ മാം എന്ന കവിതയാണ് ഞാനിവിടെ വിശദമാക്കാൻ പോകുന്നത്. നമുക്ക് കവിത ആസ്വദിക്കാം അല്ലേ? कवि का नाम है नरेंद्र पुंडरीक. नरेंद्र पुंडरीक समकालीन हिंदी कविता के प्रमुख कवि है और उनकी एक छोटी कविता है पुल बनी थी माँ. इस कविता में कवि माम के महत्व के बारे में बताते हैं. माम हम जानते हैं हमारी माम हमें कितना प्यार करती है. हम सबको अपनी अपनी माम कितने प्यारी है. और इस विषय पर एक छोटी कविता है पुल बनी थी माँ. मैं कविता पढ़ूंगा, जरा सुनिए. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुप चुप चक चक. पिता के बाद हम भाइयों के बीच पुल बनी माँ अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. माम के बार बार कहने को हम मानकर चलते रहे. उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही मां. हाथों हाथ रहती मां एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. जब तक जीवित रही माम हम बदलते रहे अपने कंधे. माम आखिर माम ही तो है, माम आखिर माम ही तो है. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माम के कंधों से उतरती ही उतर गए हमारे कंधे. कैसी है कविता? बहुत ഭാവാത്മക है. വളരെ ഭാവാത്മകമായ ഒരു കവിതയാണ്. അമ്മയുടെ മഹത്വവും സ്നേഹവും വ്യക്തമാക്കുന്ന നരേന്ദ്ര പുണ്ടരീക് എന്ന ആധുനിക കവിയുടെ വളരെ ശക്തമായ ഒരു കവിതയാണ് പുൽ ബനി थी माँ. इधर माम को एक पुल से तुलना की गई है. माम की तुलना एक पुल से की गई है. पुल क्या है? आप लोग जानते हैं पुल का मतलब, पुल का अर्थ, शब्दार्थ है പാലം, ബ്രിഡ്ജ് എന്നാണ് പുൽ എന്നുള്ളതിന്റെ അർത്ഥം. പുൽ ബനി थी മാം, അമ്മ പാലമായിരുന്നു. पुल की जरूरत क्या है? पुल की विशेषता क्या है? ഒരു പാലം എന്തിനാണ്? पुल दो किनारों को आपस में जोड़ने वाली कड़ी है. पुल
ദോ കിനാരോം കോ രണ്ട് കരകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കർത്തവ്യമാണ് പാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പാലത്തിന്റെ ധർമ്മം. പുൽ ദോ കിനാരോം കോ ആപ്പസ് മേ ജോഡ്തി ഹെ. ആപ്പസ് മേ ജോഡ്ന കൂട്ടി യോജിപ്പിക്കുക. तो पुल बनी थी माम का मतलब क्या है? माम एक पुल के जैसे थी. माम पुल के जैसे थी जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. देखिए, हरी और लाल बत्ती. बत्ती का मतलब है कोडी, തുണി, തിരി എന്നൊക്കെയാണ് അർത്ഥം. പതാക, ബത്തി. ഹരി, ലാൽ, ബത്തി. ചുവപ്പും വെളുപ്പും നിറങ്ങളുള്ള ചുവപ്പും പച്ചയും നിറങ്ങൾ. ഹരി और लाल. हरी पच्चा, लाल चुवप. हरी और लाल बत्ती. और देखिए ये इधर कुछ शब्द दिया गया है, प्रयोग है चुक चुक चक चक. चुक चुक चक चक. ये चुक चुक चक चक माने क्या है? कि आपको किसी വസ്തു की याद आ रही है? നിങ്ങൾക്ക് ഏതെങ്കിലും വസ്തുക്കൾ ഓർമ്മ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ഓർമ്മ വരുന്നുണ്ടോ? പച്ചയും ചുവപ്പും അതുപോലെ തന്നെ ഈ ശബ്ദത്തിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം ഓർമ്മ വരുന്നുണ്ടോ? ठीक है. അതെ, നമുക്ക് തീവണ്ടി എന്ന ഒരു വസ്തു നമ്മുടെ മനസ്സിലേക്ക് ചിത്രമായിട്ട് ലഭിക്കുന്നുണ്ട്. ശരിയാണ്. मां रूबी पुल से एक गाड़ी चलती रहती थी बेधड़क. बेधड़क എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാതെ, നിരന്തരം എന്നാണ് അർത്ഥം. ബേധടക്, തടസ്സമില്ലാതെ. ബേ റോക്ക് ടോക്ക് എന്ന മറ്റൊരു വാക്കുകൂടി ഉണ്ടത്. ബേ റോക്ക് ടോക്ക്, തടസ്സമില്ലാതെ. बेधड़क चलती रहती थी. बेधड़क दौड़ती रहती थी. दौड़ना, ഓടുക. दौड़ती रहती थी, ഓടിക്കൊണ്ടിരുന്നു. बेधड़क दौड़ती रहती थी बिना किसी हरी लाल बत्ती के. ഹരി ബത്തി എന്തിനാണ്? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂചനയാണ്. പച്ചക്കൊടി, അവർ പച്ച ലൈറ്റ് കാണുന്നത്. അവർ ലാൽ ബത്തി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാനാണ്. അപ്പോൾ സ്റ്റോപ്പിന്റെ സിഗ്നലോ യാത്ര തുടങ്ങാനുള്ള സിഗ്നലോ ഒന്നും തന്നെ ഇല്ലാതെ, ഒരു തടസ്സവുമില്ലാതെ ദൗड़ती रहती थी. ഹം ലോഗോं की ചുക് ചുക് ചക് ചക്. ഞങ്ങളുടെ ചുക് ചുക് ചക് ചക് ഓടിക്കൊണ്ടിരുന്നു. ഇധർ ഹം മാനെ കോൻ ഹെ? ഹം കോൻ ഹെ? ഹം കാ മത്ലബ് ഹെ बेटे, मक्कल. बेटे, मक्कल. हम भाइयों के बीच. इधर भाइयों के बीच है. भाइयों के बीच और बेटों के बीच बिना किसी बाधा के, ഒരു തടസ്സവുമില്ലാതെ ദിവസവും ഓടിക്കൊണ്ടിരുന്നു. അമ്മയാകുന്ന പാലത്തിലൂടെ ഒരു തടസ്സവുമില്ലാതെ ദിവസവും ഓടിക്കൊണ്ടിരുന്നു ഞങ്ങൾ, മക്കളാകുന്ന ട്രെയിനുകൾ. അതാണ് ഈ ആദ്യ ഭാഗത്തുള്ള സൂചന, ആശയം. അപ്പോൾ ഇധർ മാം കോ ഏക് പുൽ സെ തുലന കി ഹെ. അമ്മയെ ഒരു പാലമായിട്ട് കണക്കാക്കിയിരിക്കുന്നു. ആ അമ്മ മക്കളെ പാലത്തിലൂടെ യോജിപ്പിച്ചു നിർത്തുന്നു, ബന്ധിപ്പിച്ചു നിർത്തുന്നു. ആ പാലത്തിലൂടെ മക്കളാകുന്ന ട്രെയിൻ, മക്കളുടെ ജീവിതമാകുന്ന ട്രെയിൻ, ജീവൻ രൂപി ഗാഡി अनवरत निरंतर दौड़ती रहती है. देखो दूसरा भाग.
पिता के बाद हम भाइयों के बीच पुल बनी माम. पिता के बाद माने पिता की मृत्यु के बाद, അച്ഛന്റെ മരണശേഷം, ഹം ഭായിയോं के बीच ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ, പുൽ ബനി മാം പാലമായിരുന്ന അമ്മ, ഞങ്ങളെ ജീവിതത്തിലൂടെ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്ന അമ്മ, അചാനക് നഹി ടൂട്ടി, ടൂട്ടിന തകരുക, പൊട്ടുക എന്നൊക്കെയാണ് അർത്ഥം. അമ്മ തകർന്നു പോവുക, പൊട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ അമ്മയാകുന്ന പാലം തകർന്നു പോയി. പക്ഷെ അത് അചാനക് ആയിരുന്നില്ല. അചാനക് മനെ പെട്ടെന്ന്, പെട്ടെന്നായിരുന്നില്ല. അമ്മയുടെ തകർച്ച പെട്ടെന്നായിരുന്നില്ല. ധീരെ ധീരെ ടൂട്ടി രഹി, പതുക്കെ പതുക്കെയാണ് തകർന്നു പോയത്. അമ്മ തകരുക എന്ന് ഉദ്ദേശിച്ചത് എന്തായിരിക്കാം? അമ്മയുടെ ആരോഗ്യം, മാം കാ സ്വാസ്ഥ്യ ബിഗടനെ ലഗി, അമ്മയുടെ ആരോഗ്യം അത് തകരാൻ തുടങ്ങി, അത് ക്ഷയിക്കാൻ തുടങ്ങി. ഹം ദേഖ്തേ രഹേ, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അവർ മാൻതേ രഹേ, ഞങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ബൂഢ രഹി ഹേ മാം, മാം ബൂഢ രഹി ഹേ, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അമ്മ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു. ഇനി ഞങ്ങൾക്ക് താങ്ങാവാനും ഞങ്ങളാകുന്ന ജീവിതത്തിന് ഓടാനും അമ്മയാകുന്ന പാലത്തിന് ശേഷി ഇല്ല, നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മക്കൾ മനസ്സിലാക്കുന്നു. കവിത ഒരിക്കൽ കൂടി വായിക്കാം. ഹം ഭായിയോं के बीच पुल बनी थी माम, जिसमें दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों के चुप चुप चक चक. पिता के बाद हम भाइयों के बीच पुल बनी माम, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माम. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. വളരെ ചെറിയ രസകരമായ, വളരെ ആസ്വാദ്യകരമായ ഒരു കവിതയാണ് നരേന്ദ്ര പുണ്ടരീകിൻ്റെ പുൽ ബനി ഥി മാം. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും എത്താം.